ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും അല്ലേ? ഇന്ന് വാപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ ഭാര്യേൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. താത്താൻ്റെ വീട്ടിൽ പോവുകയാണേ. അപ്പോൾ ഇതിനെ നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ പോകുമ്പോൾ തന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ടൗണിലിരിക്കുന്നവർക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കാറല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ വയലും മരങ്ങളും പണ്ടത്തെ തറവാടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ പോകുമ്പോൾ തന്നെ എന്തൊരു തണുപ്പാണെന്നറിയോ. നമ്മുടെ വീട്ടിലൊക്കെ ചൂട് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ചുറ്റും മരങ്ങളും പിന്നെ നമ്മൾ വന്ന് ആദ്യം ഇരിക്കുന്നത് ഈ ഒരു തിണ്ണയിലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇരിക്കാനായിട്ട്. പിന്നെ ഇതിന് വന്നപ്പോൾ തന്നെ മോള് പറഞ്ഞു മാങ്ങയുണ്ട് എന്ന്. അപ്പോൾ അവിടെ ഫ്രണ്ടിൻ്റെ മോള് പറഞ്ഞു മാങ്ങയുണ്ട്. എന്നാൽ പിന്നെ മാങ്ങയുണ്ട് പറഞ്ഞ് നമ്മൾ വിടുമോ? ആദ്യം തന്നെ അത് പൊട്ടിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇതിന് ആദ്യം തന്നെ മാങ്ങ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ചക്ക ആയിട്ടില്ല കേട്ടോ. ചക്ക കണ്ടപ്പോൾ ചുമ്മാ അതൊന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ഇതിന് മാങ്ങ എന്ത് രസമാണല്ലേ മാങ്ങ കാണാനായിട്ട്. അതും നമുക്ക് മോൻ്റെ ഹൈറ്റിലാണ് കേട്ടോ അത് നിൽക്കുന്നത്. ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് നാരങ്ങയാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അതൊക്കെ താത്താൻ്റെ ഉമ്മ. പിന്നെ ഇതിന് സപ്പോട്ട ആയിട്ടില്ല കേട്ടോ. കുഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. കാണാൻ നല്ല രസമല്ലേ. ഇത് നിൽക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതും കൂടി അങ്ങ് വീഡിയോ എടുത്തു. പിന്നെ ഇതിന് മുരിങ്ങയില ഉണ്ടായിരുന്നു, വാഴക്കൊല ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് കനകാമ്പരം ഒരു ചെടി ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഈ കനകാമ്പരമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകില്ലേ, അതൊരു കാലമല്ലേ. അപ്പോൾ ഇതിനിത് ഇപ്പം മുല്ലപ്പൂ വയ്ക്കാൻ പോലും ഇഷ്ടമല്ല. പിന്നെ ഇതിന് നല്ല വയൽ കാണാൻ നല്ല രസമല്ലേ. ഇതൊക്കെ ഇവരുടെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഇതിന് പുളിയൊക്കെ ഇല്ല കേട്ടോ. മരത്തിൽ പുളി പൊട്ടിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അത് പെറുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഓരോ പുളി ഇതുപോലെ അങ്ങ് പെറുക്കുകയാണ്. അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ പെറുക്കാറുണ്ടല്ലോ. പിന്നെ ഇതിന് കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി പൊട്ടിക്കാമെന്ന് എഴുതി. പിന്നെ എന്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നാലും അപ്പുറത്തെ വീട്ടിൽ കാണുമ്പോൾ നമുക്കതൊന്നും പൊട്ടിക്കാൻ തോന്നില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി അതൊന്ന് പൊട്ടിക്കാനായിട്ട് പോയിക്കാണ് കേട്ടോ. അതിന് കൊലകൊലയായിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെ പൊട്ടിക്കാനായിട്ട് പോയി പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവർ കണ്ടാൽ നല്ല അടിയൊക്കെ കിട്ടും കേട്ടോ. അടുത്ത് വീട്ടിലത്തെയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് പൊട്ടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നോക്കി പൊട്ടിക്കുകയാണ് കേട്ടോ. മെല്ലെ അതാണെങ്കിൽ പൊട്ടിച്ചിട്ട് പോരുന്നുമില്ല. അപ്പോൾ ഇതിന് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. പിന്നെ ഇതിന് പുളി എപ്പോഴും നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക, ഈ ഉമ്മാൻ്റെ നിന്ന്. അപ്പോൾ ഇതിന് പുളി ഇത് കുരു കളയാത്തത്, ഈ പുളി വന്നിട്ട് കുരു കളഞ്ഞതാണ് കേട്ടോ അത്. അപ്പോൾ ആ പുളിയും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അതിനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതിന് പുളിയും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് മാങ്ങാഞ്ചി ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ മാങ്ങ, കറിവേപ്പില, പുളി ഇതൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.